ആഗോള നിക്ഷേപക സംഗമം അങ്ങ് കൊച്ചിയിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം അവിടെയാണ്. പക്ഷേ ഇങ്ങ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്നിപ്പോൾ 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. രാവിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരവേദിയിലെത്തി ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. വിശദാംശങ്ങളുമായി KV ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ ഒരു സമരം. പക്ഷേ ഈ ഒരു സമരവും സങ്കടങ്ങളൊന്നും സർക്കാർ കാണുന്നില്ല എന്ന് വേണ്ടേ പറയാൻ? ഐശ്വര്യ, സംസ്ഥാനത്ത് ഒരിക്കലും പതിവിലെങ്ങും സമീപകാലത്തൊന്നുമില്ലാത്ത വിധം ഒരു സമരച്ചൂടാണ് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഇപ്പോൾ നടന്നു വരുന്നത്. നമുക്ക് കാണാൻ കഴിയും രാവിലെ തന്നെ ദൃശ്യങ്ങളിൽ, രാവിലെ തന്നെ അമ്മമാരെല്ലാം തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവകാശങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കാനുള്ള കാര്യങ്ങളുമായിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്കെല്ലാം തന്നെ അറിയാം, കോവിഡ് കാലത്തടക്കം ഇവരുടെ സേവനങ്ങളൊന്നും തന്നെ നമ്മൾ വിസ്മരിച്ചിട്ടില്ല. ആ അമ്മമാരെല്ലാം തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു വേതന വർധനവും ഒപ്പം തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ മുന്നിൽ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാം തന്നെ മുൻകാലങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമീപകാല സമരങ്ങളിൽ നിന്ന് മാറി ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ ആശാ വർക്കർമാർ പോകുമ്പോഴേക്കും അവരുടെ ആശ അറ്റുപോകുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഈ 13ാം ദിനത്തിലെത്തുമ്പോഴും ഈ ഒരു സമരം അവർ വിജയിപ്പിക്കുന്നതിനപ്പുറം സർക്കാർ കണ്ണു തുറന്ന് അവരുടെ കാര്യങ്ങൾ കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ദിവസവും ഈ സമരത്തിൻ്റെ സ്വഭാവം മാറുന്നു. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴും അവർക്ക് വിവിധ സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ സഹായവുമായിട്ടെത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെത്തുന്നു. 9ാം ദിവസം ഈ സമരത്തിന് മറ്റൊരു മുഖമായി മാറുകയും രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെത്തിയിരുന്നു, KPCC അധ്യക്ഷനെത്തിയിരുന്നു. അങ്ങനെ ഒരു സമരത്തിൻ്റെ മുഖം മാറുമ്പോഴേക്കും അവരുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളോടൊപ്പം ആശാപ്രവർത്തക അംഗം കൂടി ചേരുകയാണ്. എന്താണ് ഈ സമരം 13ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴേക്കും സർക്കാരിൽ നിന്നൊരു അനുഭവപൂർണ്ണമായ ഒരു സമീപനം ആണല്ലോ ലഭ്യമാകുന്നത് ഇപ്പോഴും ഇന്നലെ വരെ? എന്താണ് ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്? ഇന്ന് നമുക്ക് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് 15ാം തീയതി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചതല്ലാതെ പിന്നെ ഇന്ന് വരെ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാകും. അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. സർക്കാരിന് മേലിനി ഈ സമരം ഒത്തുതീർപ്പാക്കാതിരിക്കാൻ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ചില ആളുകൾ മാത്രം സമരം ചെയ്താലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള ചില ധാരണകളുണ്ട്. അല്ലെ അങ്ങനെയാണെന്നാണ് വച്ചിരിക്കുന്നത്. അതല്ലാതെ രാഷ്ട്രീയമില്ലാതെ എല്ലാവരും കൂടി ഒന്നിച്ചേർന്നു കൊണ്ട് സമരം നടത്തിയാൽ അത് ഒത്തുതീർപ്പാക്കപ്പെട്ടാൽ മറ്റ് ഏതെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്കൊക്കെ അത് കുറച്ചിലാകുമെന്നുള്ളതുകൊണ്ട് അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാകും സർക്കാരിൻ്റെ മേൽ. അതല്ലെങ്കിൽ ഇതിനകം ഇത് വളരെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. സർക്കാരിന് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഒത്തുതീർപ്പാക്കേണ്ടുന്നതാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പൊതുസമൂഹമൊക്കെ ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും അവരുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഈ സമരത്തിൻ്റെ ന്യായയുക്തത മനസ്സിലാക്കിക്കൊണ്ട് ഇത് എത്രയോ മുൻപേ തന്നെ സെറ്റിൽ ചെയ്യാവുന്ന ഒരു വിഷയമായിരുന്നു. തുടക്കത്തിൽ ഒരു 9ാം ദിനം വരെ സർക്കാരിൽ നിന്ന് അനുഭാവപൂർണ്ണമായ ഒരു സമീപനം വരുന്നില്ല. അതിനുശേഷം വരുന്ന നിങ്ങളുടെ തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ളൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അതിനുശേഷം മറ്റ് പ്രതിപക്ഷ സംഘടനകൾ വരുന്നു, പ്രതിപക്ഷ നേതാക്കൾ വരുന്നു. അങ്ങനെ സമരത്തിന് മറ്റൊരു വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമായി മാറുന്ന ഒരു സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയും വലിയ ജനപിന്തുണയോടുകൂടി നടന്നിട്ടുള്ള ഒരു സമരം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം. ഈ സമരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സമരമാണ്. ഇത്രയും സമാധാനപരമായി കഴിഞ്ഞ 13 ദിവസമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആർക്കും എതിരെ അക്രമം നടത്താൻ പോയിട്ടില്ല, അതുപോലുള്ള നിയമലംഘന പരിപാടികൾ നടത്താൻ പോകത്തില്ല. അങ്ങനെ പോകില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. എത്ര ദിവസം ഇവിടെ ഇരിക്കേണ്ടി വന്നാലും ഈ വെച്ച ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. സർക്കാരിന് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ഡിമാൻഡാണ് ആശാവർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് സർക്കാർ അതിൻ്റെ ഒരു തീരുമാനമൊക്കെ എടുത്തു വരാൻ കുറച്ച് കാലതാമസം പിടിക്കും. പക്ഷേ അത് നമ്മുടെ ലോങ് പെൻഡിങ് ഡിമാൻഡാണ്. പക്ഷേ അറ്റ് പ്രസൻറ്റ് പരിഹരിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. വേതനം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ PSC അംഗങ്ങൾ അത് ഭരണഘടനാ സ്ഥാപനമാണെന്നൊക്കെയാണ് ഇപ്പോൾ ന്യായീകരണം പറയുന്നത്. പക്ഷേ അവർക്ക് ഇത്രയും വലിയ തുക
ഒരു മാസം വാങ്ങിക്കുന്ന ശമ്പളമാണ് ആശാ വർക്കർമാർക്ക് പെൻഷൻ ആനുകൂല്യമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇപ്പോൾ അവരുടെ ശമ്പള വർധനയും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഏകദേശം 10,000-ത്തിലധികമാണ് ശമ്പളം വന്നിരിക്കുന്നത്. അവിടെയാണ് ഒരു മാസം 7,000 രൂപ അത് ക്രൈറ്റീരിയ വെച്ച് അതുപോലും ലഭിക്കാത്ത ആളുകൾ അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഇത് എത്രയോ സിമ്പിളായിട്ട് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന ഡിമാൻഡാണ് നമ്മൾ ഉന്നയിച്ചത്. തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രി നിങ്ങളുടെ സമരം തുടങ്ങിയപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുന്നു, പിന്നീട് ആ സമരത്തിൽ നിന്ന് ധനമന്ത്രിയിലേക്ക് പോകുന്നു, ധനമന്ത്രി അനുഭവപൂർണ്ണമായ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറയും. ഒരു ചർച്ച ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആശാപ്രവർത്തകർ പോകുക, എന്താണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ചർച്ചയെ സംബന്ധിച്ച് ഔദ്യോഗികമായി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പോകും. കാരണം ചർച്ച ചെയ്ത് പരിഹരിക്കാനല്ലേ നമ്മളിത് വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളുമൊക്കെ വീടും കുടുംബവും ഒക്കെ ഉള്ള ആളുകളല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്, വയസ്സായവരുണ്ട്, രോഗികളുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പലരും രോഗികളാണ്. നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകണ്ടേ. നമ്മളിപ്പം നമ്മുടെ ആശാ വർക്കർമാരുടെ സേവനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഈ സമൂഹത്തിലുള്ളത്. അവർക്ക് സേവനം കൊടുക്കണ്ടേ. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ നമുക്ക് എന്നും ഇവിടെ സമരമൊന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിഹരിക്കണം. അവർ ചർച്ചയ്ക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ പോകും. സർക്കാർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു സമരത്തിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളുടെ മറ്റ് സംഘ പാർട്ടികളുടെ എല്ലാം തന്നെ ഒരു ആസൂത്രിതമായ ഒരു നീക്കമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. എങ്ങനെയാണിത്? അതൊക്കെ എത്രയോ കാലമായിട്ട് വരുന്ന ഒരു പഴകി തേഞ്ഞ ക്ലീശയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടനയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഈ പറയുന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സംഘടനയിൽപ്പെട്ട ആളുകളുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. പക്ഷേ നമ്മുടെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. അത് ആശമാരുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായി ഇത്രയും വലിയൊരു സമരം സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കേരളത്തിലെ ഏതൊരു ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തനം വന്നതിനെ പിന്തുണയ്ക്കും. നമ്മളാ പിന്തുണ സ്വീകരിക്കും, നമുക്ക് സന്തോഷം. പക്ഷേ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിലേ ഇനി സമരം മുന്നോട്ട് പോകത്തുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു ധാർമ്മികമായ പിന്തുണയുണ്ടെന്നാണ് ഇന്നലെ KPCC അധ്യക്ഷൻ സമരവേദി സന്ദർശിച്ചപ്പോൾ പറഞ്ഞത്. എങ്ങനെ കാണുന്നത്? കോൺഗ്രസ് എന്നല്ല, ഏതൊരു സംഘടനയ്ക്കും പിന്തുണയ്ക്കാൻ കഴിയുന്ന അത്രത്തോളം ധാർമ്മികമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷം വരട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ അവരുടെ പിന്തുണ വേണ്ടെന്ന് വയ്ക്കും. എന്തുകൊണ്ടാണ് വരാത്തത്? തൊഴിലാളികളുടെ പേര് പറയുന്നവർ തൊഴിലാളികളുടെ സമരത്തിൻ്റെ ആ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ തൊഴിലാളികൾ സമരം നടത്തുമ്പോൾ അവരും വരട്ടെ, നമുക്ക് സന്തോഷമേ. ഐശ്വര്യ, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോഴേക്കും സർക്കാർ ഈ ഒരു സമരത്തിന് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ തള്ളുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണ് ഈ അമ്മമാരെല്ലാം തന്നെ ആശാവർക്കർമാരെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഈ ഒരു സമരവുമായി വേദിയിൽ നിലകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ 13ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതിനപ്പുറം ശരി ശ്യാം, ഏതായാലും അവരുടെ വേദനാജനകമായ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അതുപോലെ തന്നെ അവിടുത്തെ കട്ടൗട്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ PSC മെമ്പർമാർക്ക് ശമ്പളം വാരിക്കോരിയും ആശാ വർക്കർമാർക്ക് ആട്ടും തുപ്പുമെന്ന്. ഈ ഒരു സമരം എത്രയും വേഗം സർക്കാർ ഇടപെട്ട് പരിഹരിക്കട്ടെ. ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം, ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ സമരപ്പന്തലിലെത്തി. സമരപ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി. ധാർമ്മികതയ്ക്കപ്പുറം എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ ആശാ വർക്കർമാരെ അറിയിച്ചു. വിജയം നേടിയെടുക്കും വരെ സമരം തുടരണമെന്നും ശമ്പളം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനാണെന്നും സുധാകരൻ പറഞ്ഞു. KV തോമസിന് ലക്ഷങ്ങൾ കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണെന്നും അതിന് സാധിച്ചാൽ എന്തുകൊണ്ട് ആശാ വർക്കർ പണം നൽകിക്കൂടാ എന്നും KPCC പ്രസിഡന്റ് ചോദിച്ചു. M. ലിജു, മുത്തലിബ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും K. സുധാകരന് ഒപ്പമുണ്ടായിരുന്നു. സർക്കാരോട് എനിക്ക് പറയാനുള്ളത്, KV തോമസ് മാഷ്ക്ക് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ അത്രയൊന്നും ഇവരാരും ചോദിച്ചിട്ടില്ല. എന്തിൻ്റെ ശമ്പളമാണ് തോമസ് മാഷ്ക്ക് കൊടുക്കുന്നത് പൈസ? അത് പറയണം. ആ തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഈ പാവം ആശാ ജീവനക്കാർക്ക് ഇവർക്ക് ജീവിക്കേണ്ട ഒരു വരുമാനം കൊടുക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ? അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഈ സംസ്ഥാനത്തെ സർക്കാർ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്.